എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ വരെ പോകുന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നുള്ളത്. ചെറുതാണോ വലുതാവുന്ന അവസാനം കണ്ടറിയേണ്ടി വരും. ആക്ച്വലി പുതിയ ഒരു മൈക്ക് മേടിച്ചിട്ട് ഹെൽമെറ്റിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ കൊള്ളില്ല. നമ്മളതുകൊണ്ട് വീണ്ടും വോയിസ് ഓവർ ചെയ്തേക്കാണ്. പക്ഷേ നമ്മുടെ കുറച്ച് ഓഡിയോ ഒക്കെ ശരിക്കും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എന്തായാലും ആ ഭാഗങ്ങളും കൂടിയും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ പിന്നെ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് റോട്ടിലധികം തിരക്കൊന്നുമില്ല. സാധാരണ ഈ നേരത്തൊക്കെ വരുമ്പോൾ നല്ല തിരക്കാണ് ഉണ്ടാവാറ്. ഞാൻ ഓഫീസിൽ ഈ നേരത്തെ ഇറങ്ങുമ്പോൾ നല്ല തിരക്കുണ്ടാവാറ്. റെഡ് സിഗ്നല്, ഭാഗ്യം ഗ്രീൻ സിഗ്നൽ കിട്ടി. ഇവരെന്താ മൂവ് ചെയ്യാത്ത? അവര് മൂവ് ചെയ്തില്ല, അവരെന്തോ ആലോചിച്ചിരിക്കുകയാണ്. സിഗ്നൽ വീണത് അവർ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ കലൂർ മെട്രോന്റെ താഴെ എത്തി. ഇനി ഇവിടെ എന്തായാലും മിക്കവാറും ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. സാധാരണ ഇവിടെ നല്ല ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. റെഡ് സിഗ്നലിന് മിക്കപ്പോഴും ഉണ്ടാവാറ്. ആഹാ, ഗ്രീൻ ആണല്ലോ, ഭാഗ്യം, കടന്നു കിട്ടി. ഇപ്പൊ ബസ്സുകാരെന്ത് ഡീസൻ്റ് ആയിട്ടാണ് പോകണമെന്ന് അറിയും. സാധാരണ അവര് ഇവിടെ മറ്റേ ഹോണിൽ നിന്ന് കൈ എടുക്കില്ല. അതുപോലെയാണ് എപ്പോഴും ഹോൺ അടിച്ചിട്ട് അവർ കയറി വരിക. അതുപോലെ തന്നെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാലും അതിൻ്റെ ഉള്ളിൽ കൂടെ കുത്തി കയറാൻ നോക്കും. ഒന്നാമത് 2 വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പ് അടുപ്പിച്ചുണ്ടാവാറില്ല ഇവിടെ. റഷ് അവേഴ്സിലാണെങ്കിൽ ഗ്യാപ്പ് ഇല്ലെങ്കിലും കൂടി അവർ അവിടെ കുത്തി കയറി വരും. പക്ഷെ അവർക്ക് അവരുടെ ടൈമിങ് പാലിക്കുക എന്നുള്ളൊരു സംഭവം കൊണ്ടാണ് അത്. അങ്ങനെ നമ്മൾ വീണ്ടും മൈക്കിന്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഹെൽമെറ്റിന് വെളിയിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്ന, ഇപ്പൊ ഹെൽമെറ്റിനുള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന് മുന്നത്തെ ഒരു വട്ടം നമ്മൾ ഉള്ളിൽ വെച്ചിട്ട് വോയിസ് ഭയങ്കര കേറി പോയ പോലെ തോന്നിയായിരുന്നു. ഭയങ്കരമായിട്ട് പതറയ്ക്കുന്നുണ്ടായിരുന്നു. ഇനി ഇപ്രാവശ്യം എങ്ങനെയാന്നുള്ളത് ജസ്റ്റ് ഇപ്പൊ ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം. ഞാനത് ഇതെല്ലാം സെറ്റ് ചെയ്ത് നോക്കി വരുമ്പോഴേക്കും സമയം പോകാനാവും. വണ്ടി നിർത്താൻ പറ്റുമോ? തെറ്റി നിർത്താം. ഈ ഷോപ്പിൻ്റെ അവിടെ നിർത്താം. അങ്ങനെ വോയിസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിനും ഗ്രീൻ സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പോവാം. ഇനി വോയിസിന്റെ ഇഷ്യൂ വരില്ലാന്ന് തോന്നുന്നു. മറ്റേത് വോയിസ് ഭയങ്കരമായിട്ട് കയറി നിൽക്കുന്നുണ്ടായിരുന്നു. മുന്നാണെങ്കിൽ മൈക്കില്ലാത്ത കാരണം വോയിസ് കറക്റ്റ് കിട്ടിയിരുന്നില്ല. വോയിസ് കിട്ടാൻ തുടങ്ങിയപ്പോഴാണെങ്കിൽ നമുക്ക് എന്താ പറയാ, വോയിസ് കൂടുതലായിട്ട് നിൽക്കുക. പതറയ്ക്കൽ ഭയങ്കരമായിട്ട് കൂടുതലുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ കുറെ പതറിച്ച് വരുമ്പോഴേക്കും നമ്മൾ പരമാവധി എഡിറ്റിംഗ് നടത്തുന്ന സമയത്ത് കറക്റ്റ് ചെയ്യാൻ നോക്കും. പക്ഷെ അത് എത്ര കറക്റ്റ് ചെയ്താലും നാച്ചുറലി നമ്മൾ കിട്ടുന്ന സൗണ്ടിന്റെ അത്രയും പോരാ. നമ്മൾ കറക്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അത് കൂടുതൽ വൃത്തികേടായിട്ടാവുന്ന പോലെ തോന്നി. നമുക്കിപ്പോ സൗണ്ട് ഡിസൈനിങ് ഒന്നും അറിയില്ലല്ലോ, വീഡിയോ എഡിറ്റിങ്ങിന് അറിയില്ല. അപ്പോഴാണ് അങ്ങനെ നമ്മുടെ ലുലും മാരിയറ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി മെല്ലെ തെറിക്കാൻ നോക്കാം. ഹെൽമെറ്റ് ആക്ച്വലി 2-3 വട്ടം ഇപ്പൊ ഞാൻ ഇടയില് ഇത് വീഡിയോ നോക്കാൻ വേണ്ടി നിർത്തി നോക്കിയ കാരണം അത് കറക്റ്റ് ആയിട്ട് ഇരിക്കാത്ത പോലെ തോന്നുന്നുണ്ട്. ആഹാ, പുള്ളിയുടെ ഐഡിയ കൊള്ളാലോ. ഇവിടുന്ന് ഫ്രീ ലെഫ്റ്റ് കയറി അടുത്ത ഫ്രീ ലെഫ്റ്റ് എടുത്ത് പോയി. നമുക്കെന്തായാലും ഇന്നിപ്പോ കുറച്ച് ടൈം എടുത്തിട്ട് പോയാലും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചൂടാവും കുറച്ച് കഴിഞ്ഞാല്, അതാണ് പ്രശ്നം. ചെസ്റ്റ് മൗണ്ട് എങ്ങനെയുണ്ടാണോ വീഡിയോ ആംഗിള് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണെന്ന് തോന്നുന്നില്ല. കാരണം നടക്കുമ്പോഴൊക്കെ ചെസ്റ്റ് മൗണ്ട് ഓക്കെ, പക്ഷെ മോട്ടോ വ്ളോഗിങ്ങിന് ചെസ്റ്റ് മൗണ്ട് എഫക്റ്റീവ് ആവുമോ എന്ന് കണ്ടറിയേണ്ടി വരും. കാരണം ഇത് ഹെൽമെറ്റിന് വെക്കാൻ പാടില്ല എന്നുള്ള കാര്യം അറിയില്ല. അതിലിപ്പോഴൊരു ക്ലാരിറ്റി ഇല്ല. ക്യാമറ ഹെൽമെറ്റിന് മേലെ മൗണ്ട് ചെയ്യണത്. ഇനിയിപ്പോ ഹെൽമെറ്റിന് മേലെ മൗണ്ട് ചെയ്താലും
ഞാൻ ഉപയോഗിക്കുന്ന ഹെൽമെറ്റിന് ഒരു പ്രശ്നം എനിക്ക് തോന്നി. അതായത് അതിന്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റായിട്ട് നടക്കാത്ത കാരണം ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് ഒരു തൂക്കം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ വെയിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടിക്കുമ്പോൾ അത് ബാലൻസ് ചെയ്യാൻ നോക്കും. അങ്ങനെ നോക്കി വണ്ടി ഓടിക്കുമ്പോൾ ഒരു കുഴപ്പം വരുന്നത് നമ്മുടെ തലയ്ക്കല്ല, കഴുത്തിന് നല്ല വേദന വരുന്നുണ്ട്. പുറകിൽ KSRTC ഉണ്ട്, എന്നെ ചമ്മന്തിയൊക്കെ കൂടെ അയാൾക്ക് മേലെന്ന് കണ്ടുകൂടെ അപ്പുറത്തേക്ക് ഒരാൾ കിടക്കണത്. നല്ലൊരു ഫ്രെയിമാണ് മുന്നിൽ കാണുന്നത്, കണ്ടോ? പക്ഷേ ഒരു മെട്രോയും കൂടെ അതിന് മേലെ കൂടെ കയറി വന്നു കഴിഞ്ഞാ പൊളിച്ചേനെ. മെട്രോ ഇല്ല. പക്ഷേ ഇവിടെ മെട്രോയും കൂടി വരുന്ന ഒരു സീൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. നമ്മള് കഥ പറഞ്ഞ് നിർത്തണം അവിടേക്ക്. ഏഴേമുക്കാലായിട്ടും എറണാകുളത്ത് അങ്ങോട്ട് പോന്നിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഈ ടൈമിലെങ്കിലും മെട്രോ വന്നിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. മെട്രോ ട്രെയിൻ വരുന്നില്ല. അല്ലെങ്കിൽ ക്യാമറ വയ്ക്കാത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും. മിക്കപ്പോഴും ഈ ഫ്ലൈ ഓവറിന് മേലെ കയറുമ്പോ സൈഡിൽ കൂടെ മെട്രോ ട്രെയിൻ പോകുന്നതാണ്. ഒരു സ്ലോ മോഷനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഫ്രെയിം ആയാണ്. അവിടെ ഒരെണ്ണൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ അത് ഇറങ്ങിയിട്ടില്ല. ആകില്ല. കാലിയായിട്ടാണല്ലോ. സാധാരണ ഇവിടെ എത്തുമ്പോ ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും. ട്രാഫിക് എന്ന് പറഞ്ഞാൽ എജ്ജാതി ട്രാഫിക്കാന്നറിയോ ഇവിടെ. ഇത് ചെറിയ വീതി പറഞ്ഞ പാലായ കാരണേ പകൽ സമയത്ത് കുറച്ചും കൂടി ലേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെയൊക്കെ ഫുള്ള് ട്രാഫിക് ആയിരിക്കും. പാലത്തിന്റെ മേലെ ട്രാഫിക് ഇല്ലെങ്കിൽ എന്താ, ഇവിടെ ഇഷ്ടം പോലെ ബ്ലോക്ക് ആയി തുടങ്ങി. എന്റെ വോയിസ് അറിഞ്ഞ പോലെ ഉണ്ടാവും മിക്കവാറും. കാരണം ഞാൻ മുഖത്ത് മറ്റേ ഒരു ഹാങ്കീസ് അല്ല, ഒരു മാസ്ക് ഇട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോ മൂക്കടഞ്ഞ പോലത്തെ വോയിസ് ആയിരിക്കും കേൾക്കുന്നുണ്ടാവും തോന്നുന്നു. ഇനിയിപ്പോ എനിക്ക് ഹെൽമെറ്റിന്റെ ഉള്ളിലായ കാരണം അങ്ങനെ ഫീൽ ചെയ്യാൻ എന്താണെന്ന് അറിയില്ല. ഒരു പക്ഷെ അങ്ങനെ ആവാനും ചാൻസ് ഉണ്ട് വോയിസ്. ലോറികളെപ്പോഴും ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകണം ഇവിടെ നിർബന്ധമാണ്. അങ്ങോട്ട് ഹോൺ അടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലേ. ഈ ഹൈവേയില് കറുകുറ്റി വരെ എഴുതി വെച്ചിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകണം, അല്ലെങ്കിൽ 1000 രൂപ ഫൈനുള്ളത്. അപ്പൊ ലോറികളുടെ പിന്നാലെ പിടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ റൈറ്റ് സൈഡ് പിടിച്ച് കയറി പോയില്ലെങ്കിൽ നമ്മള് വീട്ടിലെത്തില്ലേ. എല്ലാവരും ലെഫ്റ്റ് സൈഡ് പിടിച്ചിട്ട് പോകണം. ഓൺലി ഓവർടേക്ക് ചെയ്യാനുള്ള വണ്ടികൾ മാത്രമാണ് റൈറ്റ് സൈഡ് കയറിയിട്ടുള്ളൂ. ഇതിനകത്ത് കുറച്ച് നമ്മുടെ ആ ഓറഞ്ച് കളർ പൂക്കൾ എല്ലാ മരത്തിലുണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു. ഇവിടെ അധികം ട്രാഫിക് ഇല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് സ്ലോ മോഷൻ വീഡിയോ എടുക്കാനുള്ള സെറ്റിങ്സിലേക്ക് എടുത്തിടാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത്
സെറ്റിങ്സ് ഒന്ന് ചേഞ്ച് ആക്കി. എടാ മോനെ, ആ സാധനം പറഞ്ഞ പോലെ ഉണ്ട്. നല്ലൊരു ഓപ്പൺ ഹൈവേ ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് വല്ലാണ്ട് സ്പീഡ് കയറ്റാൻ പറ്റില്ല. പിന്നെ സൈഡില് സർവീസ് റോഡൊന്നും ഇല്ലാത്ത റോഡല്ലേ, ഓവർ റിസ്ക് എടുക്കാൻ പറ്റില്ല.